ഇപ്പൊ പറഞ്ഞ സാധനം കട്ട് ചെയ്യാൻ കേട്ടോ. ഒരിക്കലും അല്ലാന്ന് നിങ്ങളിപ്പോൾ പറഞ്ഞു. അത് ഇട്ടേക്കണം മര്യാദ കേട്ടല്ലോ. ചൂലും കെട്ടെടുത്തേനെ ഞാൻ എൻ്റെ സ്വഭാവത്തിൽ. ഞാൻ വെറുതെ പറഞ്ഞല്ല. ഈ ഒരു അതിശയം ചർച്ചയായിരിക്കും എല്ലാ മാധ്യമങ്ങളിലും. കാരണം ഇന്നു മുതൽ എല്ലാ ചാനൽ ന്യൂസ് ചർച്ചകളും ഇതാണ്, കലാമണ്ഡലം സത്യഭാമ. ഈ അതിശയം മുമ്പിൽ വന്നപ്പോഴും ഈ അതിശയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. അങ്ങനൊരു അതിശയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. എന്താണെന്നാണ് അതിശയം എന്ന് നിങ്ങൾ പറയണം. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു, ഒരു ജാതിയും മതവും പറഞ്ഞു. നമ്മൾ യൂട്യൂബ് ചാനലുകാർക്ക് പല അഭിമുഖങ്ങളും ഇൻ്റർവ്യൂസ് ഞങ്ങൾ കൊടുക്കും. ഞങ്ങൾ മീൻസ് എനിക്കിപ്പോൾ ഞങ്ങളെന്ന് ഞാൻ പറയില്ല, ഞാൻ കൊടുക്കും. അതിനകത്ത് കലയെക്കുറിച്ചും ഓരോരുത്തർ കുട്ടികളുടെ ഓരോ ആർട്ട് ഫോമിനെ കുറിച്ചും നമ്മൾ സംസാരിക്കും. അത് പ്രായഭേദമന്യേ എല്ലാം സംസാരിക്കും. അതിനകത്ത് സൗന്ദര്യം ഉണ്ടാകും. കുട്ടിയുടെ ടോട്ടലി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു മാനദണ്ഡം. തീരെ സൗന്ദര്യം ഇല്ലാത്തവർക്ക് കളിക്കണമെന്ന് വിരോധമൊന്നുമില്ല. പക്ഷെ അത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയണത്. നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ പിന്നെ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ ഉദാഹരണത്തിന്, മോഹിനിയാട്ടത്തിൻ്റെ നമ്മുടെ തലക്കെട്ട് വരുന്നത് ഇങ്ങനെ എല്ലാ മുടിയും കൂടി എടുത്തിട്ട് ഒരു സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഗോപി പൊട്ടും വട്ടപ്പൊട്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നു ഒരു കുട്ടിയുടെ മുഖത്തിൽ. പല കുട്ടികൾക്കും അങ്ങനത്തെ ഒരു മുഖമുണ്ട്, ജന്മനാൽ കിട്ടുന്നതാ, കുറ്റമില്ല അത്. അപ്പോൾ നല്ല വട്ടമുഖമുള്ള നല്ല വട്ടമുഖമുള്ളൊരു കുട്ടി, സാമാന്യത്തിന് നല്ല ഭംഗിയുള്ള ഒരു കുട്ടി ഈ കെട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ കെട്ടുമ്പോൾ വലിയ പ്രശ്നമില്ല, അത് നല്ല ഭംഗിയായിട്ട്. എന്നാൽ നീ ഒത്തിരി സൗന്ദര്യം കുറഞ്ഞ കുട്ടിക്ക് കളിക്കാൻ പാടില്ല നിയമമൊന്നുമില്ല, കളിക്കുകയൊക്കെ ചെയ്യാം. അപ്പം നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടിക്ക് മാർക്ക് കൊടുക്കുന്നതും ഇത്തിരി സൗന്ദര്യം കുറഞ്ഞ കുട്ടിക്ക് മാർക്ക് കൊടുക്കുന്നതും വ്യത്യാസമുണ്ട്. ജഡ്ജസ് വന്നിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത്. കറുപ്പ് വെളുപ്പൊക്കെ ഉണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ വന്നിരിക്കുന്ന ജഡ്ജസിനെ നിങ്ങൾ തിരുത്താത്ത എന്താ? ഇപ്പൊ കറുപ്പും വെളുപ്പൊന്നും പറഞ്ഞല്ല, അതുകൊണ്ട് യാതൊരു സംശയമില്ല. എൻ്റെ ഇപ്പോഴത്തെ 44-45 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പല ദിക്കിലും മത്സരങ്ങൾക്ക് ജഡ്ജായിട്ട് പോയിട്ടും പല കാര്യങ്ങളിലും ആ കുട്ടീനെ എന്തിനു കൊള്ളാം, ടീച്ചർ എന്തുകൊണ്ടിട്ട് ആ കുട്ടിക്ക് കൊടുത്ത് ആ കുട്ടിയെ കാണാൻ പോലും ഒരു ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? പ്രതികരിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ പ്രതികരിക്കും. എവിടെ ആ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് പ്രതികരിക്കും. അല്ലാതെ നമുക്ക് നിങ്ങളൊരു ചാനൽ വന്നിട്ട് എനിക്ക് നിങ്ങളുടെ ചാനലിൽ ഒരു പരിപാടി എനിക്ക് പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ടില്ല. അത് മനസ്സിലായി. ഞങ്ങൾ അങ്ങനെ അപ്പം ആ സ്പോട്ടിൽ പ്രതികരിക്കും. പക്ഷെ സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യമില്ല മോളെ, കളിക്കും കൂടെ വേണ്ടതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഈ കറുത്ത കുട്ടികൾക്ക് ഡാൻസ് കളിക്കാൻ പാടില്ലെന്നാണോ ആ ജഡ്ജസ് ആ സമയത്ത് പറഞ്ഞത്? ആ ജഡ്ജസ് പറയുന്നത് അങ്ങനെയുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പല പ്രാവശ്യം. പിന്നെ നോക്കട്ടെ, കോസ്റ്റ്യൂംസ് നോക്കാറുണ്ട്, നല്ല ഡ്രസ്സ് നോക്കാറുണ്ട്. ഈ മുദ്ര ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. മുദ്രയൊക്കെ ഓൾറെഡി എനിക്ക് തോന്നുന്നത് ഭരതനാട്യത്തിലും കുച്ചുപുടിയിലൊക്കെ ഏകദേശം ഒരേ മുദ്രകളാണ്. മോഹിനിയാട്ടത്തിൽ വന്നിട്ട് കഥകളിയിൽ നിന്നുള്ള മുദ്രകളാണ് എടുക്കുന്നത്. അതൊന്നും പ്രശ്നമൊന്നുമില്ല. അത് മുദ്രകളൊക്കെ ഒരുവിധം എന്തിനും സൗന്ദര്യം ഒരു മാനദണ്ഡമാണ് എൻ്റെ അഭിപ്രായം. സത്യഭാമ ഇങ്ങനെ ഒരു പരാമർശം പറയാനുള്ള കാരണം എന്താണ്? എൻ്റെ അടുത്ത് ഒരു യൂട്യൂബ് ചാനലുകാരൻ വന്ന് സംസാരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇപ്പം നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഞാൻ ആൻസർ പറഞ്ഞു അത്ര തന്നെ. ഞാൻ ഇന്ന ആള്, ഇന്ന വ്യക്തി, ഇന്ന മതം, ഇന്ന ജാതി എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ലിങ്ക് കണ്ടോ? കണ്ടിട്ട് അതിനകത്ത് ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പിന്നെന്താ നിങ്ങൾ പിന്നെ എന്താ അങ്ങനെ ചോദിക്കുന്നേ? ഞാൻ ഒരാളെ തേജോവധം ചെയ്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ പിന്നെ ഈ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ എന്തോന്നാണ്? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഒരു സൗന്ദര്യം വേണമെന്ന് പറഞ്ഞതും സൗന്ദര്യമുള്ളവർ പ്രത്യേകിച്ച് മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ മെയ്വഴക്കമാണ് മെയിനായിട്ട്. മെയ്വഴക്കം നല്ലപോലെ വരണം. അതൊരു ആൺകുട്ടി കളിക്കുന്നതിനെക്കാട്ടും പെൺകുട്ടികൾക്ക് അത് കൂടുതലായിട്ട് വരും. എൻ്റെ അഭിപ്രായമാണ്. വലിയ മോഹിനിയാട്ടം നർത്തകിമാരൊക്കെ പറഞ്ഞു അവർക്ക് അങ്ങനെ പറയാൻ കൊള്ളാവോ? പണ്ട അവർ പറയണ്ട, അവരാരും പറയണ്ട, എനിക്ക് പറയാമല്ലോ. എനിക്കെന്ത് പറഞ്ഞാൽ കുഴപ്പം? ഞാൻ ഇന്ന ആളെന്നോ എല്ലായിടത്തും പേര് പറഞ്ഞിട്ടുണ്ടാ, പിന്നെന്താണ്? ഈ ആറിൽ രാമകൃഷ്ണൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് എങ്ങനെ നേരിടാണ് സത്യഭാമ തീരുമാനിച്ചിരിക്കുന്നത്? ഞാനാ അത് എന്നോട് നിങ്ങൾ സംസാരിക്കുന്ന ഈ ചാനലിൽ നിങ്ങൾ നിയമ നടപടിയായിട്ട് നിങ്ങളുടെയൊക്കെ ഒരു കേസ് വരേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അതിന് പുറകെ പോണ്ടേ? അപ്പം ഞാനതുപോലെ അത്രേ ഉള്ളൂ.
ഇങ്ങനൊരു പരാമർശം പുറത്തു വന്നപ്പോൾ സത്യഭാമയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ആരും വന്നിട്ടില്ല. അല്ല അത് വരണ്ട. അല്ല അങ്ങനെ എന്താ അറിയാ വരാത്ത ഭയങ്കര ഈഗോ ഉള്ള ഒരു സെക്ഷനാണ്. തമ്മിൽ ഒരു പട്ടിക്ക് ഒരു പട്ടിയെ കണ്ടുകൂടാത്ത ഒരു സമ്മർദ്ദം. ഇവർക്ക് ആരുടെയും ചെലവിനിക്കില്ല. മനസ്സിലായില്ല? ഈ ആറിൽ രാമകൃഷ്ണനെ പലരും സപ്പോർട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇട്ടോട്ടെ, ഒരു വിരോധമില്ല. അങ്ങനെ എനിക്ക് അങ്ങനെയൊന്നും ഒരു പേടിയൊന്നുമില്ല. എന്തായാലും ഞാൻ ഇത്രയും 66 വയസ്സായിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്നില്ല. ഇത് മതി. ഇവിടെ നിന്ന് അങ്ങനെ എത്ര കാലമുണ്ട് നമുക്ക്? ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ അത് ഫേസ്ബുക്ക് തുറക്കുമ്പോൾ താങ്കൾ സത്യഭാമയെ ട്രോളിക്കൊണ്ട് ട്രോളുകൾ ഒരുപാട് പറഞ്ഞുണ്ട്. നല്ല ഞാനൊരു പരസ്യമായിട്ട് കൂട്ടിയിട്ടുള്ളൂ. ഇത്രയും വർഷമായിട്ട് ഈ ഫീൽഡിൽ നിന്നിട്ട് താങ്കൾക്ക് മനസ്സ് വേദനിക്കുന്നു. എന്റെ മനസ്സ് വേദനിക്കുന്ന എന്തിനാന്ന് ഞാൻ ഇല്ലാത്തത് പറയണതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, എത്രയോ ആൾക്കാര്, അത് ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരു സ്ത്രീ അവരുടെ സ്കൂട്ടർ പുറത്തിരിക്കുകയാണ്. അവർ ബ്യൂട്ടി പാർലർ നടത്തുന്നതിനകത്ത് മീൻസ് വണ്ടി വയ്ക്കുന്ന സ്ഥലത്ത് ഇവരുടെ ശത്രുക്കൾ ആരോ വന്നിട്ട് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെയല്ലേ അതിനകത്ത് എന്തോ കൊണ്ടു വെച്ചു, കഞ്ചാവിൻ്റെ എന്തിൻ്റെ സാധനം കൊണ്ടു വെച്ചു. ഒരു തെറ്റും ചെയ്യാത്ത ഈ സ്ത്രീ 72 ദിവസം ജയിലിൽ കിടന്നു. പറഞ്ഞായിരുന്ന എന്തിനാ കിടന്നത്? അപ്പൊ അതാ പറഞ്ഞത്. എന്നിട്ട് അതാണ് ഭയങ്കരമായിട്ട് അവരെ ബ്യൂട്ടി പാർലർ അവർ അടച്ചുപൂട്ടി അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവർ വേദനിച്ചവർ എന്ന് പറഞ്ഞാൽ സത്യം അറിയാതെ കാളെ പെറ്റു എന്ന് പറയുമ്പോൾ കയറെടുക്കല്ലേ. ഈ ആറിൽ രാമകൃഷ്ണൻ താങ്കൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ വിരോധം അങ്ങനെയുണ്ടോ? ഒരു വിരോധം. എന്ത് വിരോധം? എത്രയോ കലാകാരന്മാർ ഈ കേരളത്തിലുണ്ട്. എനിക്ക് ഒരു വിരോധമില്ല. എന്തിനു വിരോധം? സമൂഹ മാധ്യമങ്ങളിൽ താങ്കളെയും ആറിൽ രാമകൃഷ്ണൻ വെച്ചാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അത് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ യൂട്യൂബിൽ അല്ല നമ്മൾ ഫേസ്ബുക്കിൽ ഇരിക്കും എന്തെല്ലാം ഇടായി നിങ്ങൾക്ക് ഇടാം. നമ്മുടെ സ്വന്തം പേജാണോ? അങ്ങനെ ഇടുന്നവരല്ലേ ഇട്ടോട്ടെ. ഇവരൊക്കെ നേരിൽ വരട്ടെ ഒന്ന് എൻ്റെ അടുത്ത്. എന്താ വരാത്താരും? ചില ചാനലുകാരോട് ചോദിക്കണേ നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടോന്ന് എന്നോട് ചോദിക്കണം. ഇന്ന് വന്ന ചാനലുകാർ ഞാൻ പറഞ്ഞു ഈ പ്രായത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നില്ലേ, ഇനി ഒരുപാട് കാലമൊന്നുമില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ബോണസാണ്. പിന്നെ ഇവിടെ നിന്ന് ബോണസാണ്. താങ്കൾക്ക് കറുത്ത ആൾക്കാരോട് എന്ത് വെറുപ്പ്? ഒരു വിരോധമില്ല. നമ്മളെ തൊഴിലിൽ നമ്മൾ ഡാൻസ് കളിക്കുന്നതും ആ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആസ്വദിക്കുന്ന ഒരു സൗന്ദര്യമുണ്ട്. ആണിനായാലും പെണ്ണിനായാലും അതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ കറുത്ത ആൾക്കാരെ കൊള്ളൂല എന്നാണോ പറയാ? അതെന്തൊരു ചോദ്യമാണ്? അങ്ങനെ ചോദിക്കാം. കറുത്ത ആൾക്കാർ നല്ലത് തന്നെ. നമ്മളാര് പറഞ്ഞു? അല്ല, ഞാൻ എല്ലാവരും ഡാൻസും കുച്ചിപ്പുടിയും ഭരതനാട്യം മോനാട്ടം കളിക്കുന്നവരാണ് ഈ ലോകത്ത്. കറുത്ത ആൾക്കാരൊക്കെ അല്ലെങ്കിൽ വെളുത്ത ആൾക്കാർ എല്ലാവരും എല്ലാം ചെയ്യുന്നില്ലേ? അപ്പൊ കറുത്തത് ഇഷ്ടമില്ല എന്ന് പറയണാണോ കാര്യം? അതൊരു കാര്യം. മോഹിനിയാട്ടത്തിൽ കറുത്ത ആൾക്കാർ വെളുത്താൾക്കാർ തരംതിരിക്കാറുണ്ടോ? മോഹിനിയാട്ടത്തിൽ ഈ കറുത്ത ആൾക്കാർ ഒരു മോഹിനിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മോഹനൻ ഇല്ല ഉണ്ടാ മോഹിനിയാട്ടത്തില് മോഹന ആട്ടം എന്നൊരു പേരുണ്ടാ? ആണുങ്ങൾക്ക് മോഹിനിയാട്ടം ഞാൻ ചോദിച്ചത് മോഹനാട്ടം ഉണ്ടാ? ഇല്ല, മോഹിനിയാട്ടല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞാലും വല്ല തെറ്റുണ്ടോ? മോഹിനിയാട്ടം ആണുങ്ങൾ കളിക്കാൻ പാടില്ല എന്നുള്ള എന്റെ അഭിപ്രായമാണ്. ഞാൻ നടരാജന് മുമ്പ് ജനിച്ച ആളൊന്നുമല്ല. മനസ്സിലായ പറഞ്ഞത്? നടരാജന് മുമ്പ് ജനിച്ചാണെങ്കിൽ എനിക്ക് എന്ത് വേണോ പറയാം. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എൻ്റെ അഭിപ്രായത്തിൽ ആൺകുട്ടികൾ മോഹിനിയാട്ടം കളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമാവണമെങ്കിൽ അതനുസരിച്ച് മെയ് വഴക്കം, അതനുസരിച്ച് നമ്മള് ആണുങ്ങൾ കളിക്കാൻ ഇഷ്ടമാണെന്ന് പറയാം. ആ ആണുങ്ങൾ വെളുത്ത ആൾക്കാരായിരിക്കണം. അങ്ങനെയല്ല, വെളുത്തത് നല്ല വെളുത്തിട്ട് കളി കൊള്ളില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? കളിയും കൊള്ളാവണം. എന്തിനാ ഇവരൊക്കെ മേക്കപ്പ് ചെയ്യുന്നതിന്? ആൺപിള്ളേർക്ക് എന്തിനാ അല്ലെങ്കിൽ ഇങ്ങനെ മേക്കപ്പ്? അതൊന്ന് പറഞ്ഞ് ആൺകുട്ടികളൊന്നും ഒരുപാട് മേക്കപ്പ് വാരി തേച്ചൊന്നും സ്റ്റേജിൽ കയറാൻ പാടില്ല. നമ്മൾ ഈ കേരളത്തിലെ എല്ലാ ആൺപിള്ളേരും വാരി തേച്ച് കയറും. എന്തിനാത്? മദ്രാസിലെ പയ്യന്മാരെയൊക്കെ ചെന്ന് നോക്കുക. അവർ ആൺപിള്ളേർ കളിക്കുന്നത് വളരെ സിമ്പിളാണ്. അവരെ കളിയിലാണ് എല്ലാ കാര്യം. അപ്പോൾ ഇവരെന്തിനാ വാരി തേക്കണത്? ഇവിടെയുള്ളവരെന്തിനാ വാരി തേച്ചിട്ട് സ്റ്റേജിൽ കയറണത്? കുട്ടിയൊക്കെ വാരി അടിച്ച്. പെണ്ണുങ്ങൾക്ക് മേക്കപ്പെടാമോ? പെണ്ണുങ്ങൾക്ക് നമ്മളെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ഒരു പെണ്ണ് വേഷം കെട്ടി ഒരുങ്ങി പോകുന്നത് നിങ്ങൾ ആണുങ്ങൾ പോകുന്നത് രണ്ടും രണ്ട് തന്നെയാണ്. സംശയമൊന്നുമില്ല. പെണ്ണുങ്ങൾക്കുള്ള ഡ്രസ്സുകളാണോ കൂടുതൽ, ആൺപിള്ളേർക്കുള്ള ഡ്രസ്സുകളാണോ കൂടുതൽ? അതെന്ന് പറഞ്ഞു ആണല്ലോ. അപ്പം അത് ആസ്വദിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും വിപണിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക പലതും. ആണുങ്ങളെ മോഹിനിയാട്ടം പഠിപ്പിക്കാറുണ്ടോ? ഞാൻ പഠിപ്പിച്ചു.
പന്ത്രണ്ട് ഇതിൽ ആണുങ്ങളിൽ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചിരിക്കുകയാണോ? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പഠിപ്പിക്കില്ല, ഈ ഇതിനകത്ത് ഉറച്ചു നിൽക്കും. ഞാൻ ഈ പറഞ്ഞതിൽ എൻ്റെ സ്വന്തം അഭിപ്രായമായിട്ട് ഉറച്ചു നിൽക്കും. ആർ രാമകൃഷ്ണൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോയിട്ടാണെങ്കിലും ആർ രാമകൃഷ്ണൻ എനിക്കൊരു വിഷയമല്ല. ഞാൻ എന്തിനാ ഇയാളെ പേര് നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്ത് അയാളെ പേര് പറയണത്? അയാൾ ആരാ? എനിക്ക് ആരാണ് അയാൾ? അത് ഞാൻ മറുപടി പറഞ്ഞേ. നിങ്ങൾ എന്താ ആർ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പറഞ്ഞ് പേടിപ്പിക്കണം എന്തിനാ? അയാൾ ആരാ എനിക്ക്? സമൂഹ മാധ്യമത്തിലൊക്കെ പറഞ്ഞോട്ടോ, അതിലൊന്നും കാര്യമൊന്നുമില്ല. സമൂഹ മാധ്യമത്തിൽ വരുന്നതെല്ലാം സത്യമാണോ? പിന്നെന്തോന്നാ? അത് മതി എനിക്ക്. നിങ്ങൾ ഈ ഇപ്പൊ പറഞ്ഞ സാധനം കട്ട് ചെയ്യാൻ കേട്ടോ, ഒരിക്കലും അല്ലാന്ന് നിങ്ങളിപ്പോ പറഞ്ഞു. അത് ഇട്ടേക്കണം മര്യാദ കേട്ടല്ലോ. അതാണ് സമൂഹ മാധ്യമത്തിൽ വരുന്നത് എല്ലാം ഒരുപാട് കരികടകളുണ്ട്. സത്യം അറിയാതെ ഞാൻ കലാമണ്ഡലത്തിലെ ബോർഡ് മെമ്പറായിട്ട് 2 കൊല്ലം ഇരുന്നു. ഈ 2 കൊല്ലം ഇറങ്ങിയിരുന്നിട്ട് മന്ത്രിസഭയ്ക്ക് എപ്പോൾ വേണോ ആൾക്കാരെ മാറ്റാം. ശരിയല്ലേ? 5 കൊല്ലം ഇരിക്കണമെന്ന് നിയമമൊന്നുമില്ല. ലെറ്റർ വേണമെങ്കിൽ ഞാൻ കാണിക്കാം. എനിക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്ന ലെറ്റർ, നിങ്ങൾ ചില സാങ്കേതിക കാരണങ്ങളെ കൊണ്ട് നിങ്ങൾ മാറ്റുന്നു, അടുത്ത് വേറെ ആളെ കയറ്റി, എന്നെപ്പോലെ വേറൊരു ലേഡിയെ കയറ്റി. ഈ കയറ്റി കഴിഞ്ഞപ്പോൾ ഈ ചാനലുകളിലൊക്കെ വന്നതെന്താ അറിയോ? ഇന്നാണെങ്കിൽ ഞാൻ പ്രതികരിച്ചേനെ, അന്ന് ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു. കലാമണ്ഡലം സത്യഭാമേനെ കലാമണ്ഡലത്തിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് ദേവിയാണ് പുറത്താക്കണത്. പുറത്താക്കി. ആ ലെറ്റർ ഞാൻ വേണമെങ്കിൽ നിങ്ങൾ കാണിക്കാം. പുറത്താക്കി എന്നുള്ള ലെറ്ററൊന്നും എന്ത് ഉദ്ദേശത്തിന് പുറത്താക്കണ ലെറ്റർ തരുമോ? എല്ലാവരും നിങ്ങളെ പുറത്താക്കുന്നു എന്നൊരു ഗവൺമെൻറ് നമുക്ക് ലെറ്റർ തരുമോ? അപ്പം ചില ചാനലിൽ വന്നതാണ്. അപ്പം ഇത് ഞങ്ങൾക്ക് എനിക്ക് നാണം കെടുത്തിയൊരു പരിപാടിയാണ് ചാനലുകാർ തന്നൊരു ഗുരുദക്ഷിണ. അപ്പോൾ പ്രതികരിക്കാൻ പാടില്ലേ ഞങ്ങൾ അല്ലേ? നിങ്ങൾ ചാനലുകാർ, പ്രൈവറ്റ് ചാനലുകാർക്കും അല്ലാത്ത ചാനലുകാർക്കും എന്ത് വേണമാവാം. അന്ന് അങ്ങനെ നിങ്ങൾ ജേർണലിസ്റ്റ് ആണെങ്കിലും ആരാണെങ്കിലും ഈ രാവിലെ ഇവിടെ നടയിൽ മൊത്തം ആളായിരുന്നു. ഇവരൊക്കെ ജേർണലിസ്റ്റ് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാനിരിക്കുന്നിടത്ത് ഞങ്ങൾ കലാകാരന്മാരിരിക്കണം. വേണ്ടേ? ഒരു ജേർണലിസ്റ്റ് വന്ന് ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ ഇരിക്കേണ്ട ചില പോസ്റ്റിൽ നൃത്തത്തിനെ കുറിച്ച് ഞാൻ കാര്യങ്ങൾ സംസാരിക്കാനും അതിനെ ഒരു കോർഡിനേറ്റ് ചെയ്ത് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനും കഴിവ് എനിക്കുണ്ട്, ഒരു ജേർണലിസ്റ്റിനുണ്ട്. അപ്പം ഞങ്ങളുടെ തൊഴിലിന് വരുന്ന ചാനലുകാർ റെസ്പെക്റ്റ് ചെയ്യണം. എന്താ പറ്റാത്ത? വന്ന് വേറൊരു അനാവശ്യമാണ് പറഞ്ഞത്. അനാവശ്യം ചൂലും കെട്ടെടുത്തേനെ ഞാൻ എൻ്റെ സ്വഭാവത്തിൽ. ഞാൻ വെറുതെ പറഞ്ഞല്ല. ഡാൻസും നല്ല ഈശ്വരാധീനമുള്ളൊരു തൊഴിലും ഞാൻ കൈകാര്യം ചെയ്യണം. പക്ഷെ അനാവശ്യമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ ചൂലും കെട്ട് തന്നെ എടുക്കും. അത്ര മോശപ്പെട്ട രീതിയിലാണ് ചില ചാനലുകാർ ഇവിടെ വന്നത്. ഇവർക്ക് എന്താ അങ്ങ് എഴുതി കൊടുത്തിട്ടുണ്ട് എല്ലാ ചാനലുകാർക്ക്. എന്ത് വീട്ടിൽ വന്നിട്ട് അസഭ്യം പറയാനായിട്ട്? ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കയറിയിട്ടില്ല, ഞങ്ങൾ പുറത്താണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ അവിടെ ഒരു TC ഉണ്ടെന്ന് പറഞ്ഞ കോർപ്പറേഷനിൽ പൈസ അടയ്ക്കുന്നത്. ഇതിനകത്ത് മാത്രമല്ല TC. ആ കാർ ഷെഡ് ഈ ഹാളും കൂടെ ഒരു TC ആണ്. മറുപടിയൊക്കെ എൻ്റെ വായിൽ ഉടനെ വരും.